പ്രൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 7 വീഡിയോ ആണിത്. കഴിഞ്ഞത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു കലണ്ടർ തയ്യാറാക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ നമുക്ക് ഹോം ടാബിൽ ഇവിടെ 2-3 കമാൻഡ്സ് പഠിക്കാനുണ്ട്. അതുപോലെ ഈ 2 ഗ്രൂപ്പിലെയും ഡയലോഗ് ബോക്സ് ലോഞ്ചർ, ഈ ലോഞ്ച് ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്തും കുറച്ച് കമാൻഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് നമുക്ക് നോക്കാനുണ്ട്. അതിനായി ഞാൻ മുമ്പ് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഫൈൻഡ് കമാൻഡാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനാണ്, ഫൈൻഡ് ചെയ്യാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു വേർഡോ മറ്റോ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫൈൻഡ് കമാൻഡ് യൂസ് ചെയ്യാം. ഇത് നമ്മളൊന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇക്കോസിസ്റ്റം എന്ന് നമുക്കൊന്ന് ടൈപ്പ് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഞാനിത് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എങ്കിലും ഇവിടെ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്യാപ്സിലുള്ളതുകൊണ്ട് അല്ലാതെ സ്മോൾ ലെറ്റേഴ്സിലുള്ളതുകൊണ്ട് ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും പിന്നീട് സ്മോൾ ലെറ്റേഴ്സും അങ്ങനെയുള്ളതും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവിടെ അത് ഒന്നും കൂടി അല്പം ബോൾഡായിട്ട് സെലക്ട് ചെയ്ത് വരുന്നത് കാണാം. ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. പിന്നീട് ഇവിടെ ഫൈൻഡിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ആരോ കാണാം. അവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഫൈൻഡ്, അഡ്വാൻസ്ഡ് ഫൈൻഡ്, ഗോ ടു എന്നിങ്ങനെ 3 കമാൻഡ്സ് കാണാം. ഇവിടെ ഈ ഫൈൻഡ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്താൽ ഈ സെയിം ബോക്സ് ആയിരിക്കും. നേരത്തെ നമ്മൾ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ കിട്ടിയ അതേ ബോക്സ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആയി വരുന്നത്. ഇനി അടുത്ത കമാൻഡ് നോക്കുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ഫൈൻഡ്, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ബോക്സ് ആയിരിക്കും ഇവിടെ ഓപ്പൺ ആകുന്നത്. ഇവിടെ 3 കമാൻഡ് ഉണ്ട്, ഫൈൻഡ്, റീപ്ലേസ്, ഗോ. ഇവിടെ ഫൈൻഡാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഇക്കോസിസ്റ്റം എന്നുള്ളത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തതുകൊണ്ട് 6 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ 6 എന്നുള്ളത് ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഡോക്യുമെൻറ്റിൽ. അതിനായിട്ട് ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 6 ഉണ്ടെന്നറിയാം. പിന്നീട് അടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ എവിടെയൊക്കെ 6 എന്നുള്ളതുണ്ടോ അവിടെ എല്ലാം ഈ ഫൈൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പോകുന്നത് കാണാം. ഇതിപ്പോൾ ഫൈൻഡ് കമാൻഡ് കൊടുത്തപ്പോൾ കഴ്സർ ഈ ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് താഴോട്ടുള്ള 6 സെലക്ട് ചെയ്ത് വന്നത്. നമ്മളെപ്പോഴും ഫൈൻഡ് കൊടുക്കുമ്പോൾ കഴ്സർ ഏറ്റവും ടോപ്പിൽ കൊണ്ട് നിർത്തുക, അതായത് ഒരു ഡോക്യുമെൻ്റ് ടോപ്പിൽ കൊണ്ട് നിർത്തുക. അതിനുശേഷം കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ആദ്യം മുതലുള്ള 6 എന്നുള്ളത് സെലക്ട് ചെയ്യപ്പെട്ട് വരുന്നത് കാണാം. ഇനി ഈ ഡോക്യുമെൻറ്റിലുള്ള ഈ 6 എന്നുള്ള വേർഡ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കാണണമെങ്കിൽ റീഡിങ് ഹൈലൈറ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹൈലൈറ്റ് ഓൾ അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് യെല്ലോ കളറാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു കളർ വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഹൈലൈറ്റ് ഓൾ കൊടുക്കാം. ഇപ്പോൾ എവിടെയെല്ലാം 6 ഉണ്ടോ അവിടെയെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി ക്ലിയർ ഹൈലൈറ്റിംഗ് കൊടുത്താൽ കംപ്ലീറ്റും ക്ലിയർ ആവുന്നതും കാണാം. ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ ആദ്യമേ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നത് കൊണ്ടാണ് അതങ്ങനെ തന്നെ കിടക്കുന്നത്. അത് നമുക്ക് നോ കളർ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായി ഗോ ടു എന്നുള്ള കമാൻഡാണ്. അതിനും ആ സെയിം ബോക്സ് ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ഗോ ടു എന്നുള്ള കമാൻഡാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഒരു പേജേ ഉള്ളൂ നമ്മൾ ഈ ഡോക്യുമെൻറ്റിന്. ഇപ്പോൾ ധാരാളം പേജസ് ഉള്ളൊരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് ഒരു പേജിലേക്ക് പോകണമെങ്കിൽ ആ പേജ് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ആ പേജ് നമ്പറിലേക്ക് പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ഈ ഡോക്യുമെൻ്റ് താഴെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ നമ്മളിവിടെ ലൈൻ എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ലൈൻ നമ്പർ ഫസ്റ്റ് 1 എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗോ ടു കൊടുക്കുക. ഇപ്പോൾ മുകളിലേക്ക് പോയി. പേജ് ആണ് സെലക്ട് ചെയ്യുന്നത്, നമ്മൾ പേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ പേജ് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തതായി റീപ്ലേസ്. ഇവിടെയും ആ സെയിം ബോക്സ് ആണ് ഓപ്പൺ ആയി വന്നത്. പക്ഷേ ഇവിടെ റീപ്ലേസ് എന്നുള്ള കമാൻഡാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് വാട്ടും റീപ്ലേസ് വിത്തും. കണ്ടുപിടിക്കാനുള്ള വേർഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നീട് റീപ്ലേസ് വിത്ത് എന്നുള്ളിടത്ത് ആ വേർഡിനെ മറ്റെന്ത് വേർഡ് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഉദാഹരണമായി എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ
ഉള്ള ഒരു വേർഡുണ്ട്. ആ വേർഡ് ആ സ്പെല്ലിംഗ് മിസ്റ്റേക്കോട് കൂടി എങ്ങനെയാണോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അത്തരത്തിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് കറക്റ്റ് സ്പെല്ലിങ് വെച്ച് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീപ്ലേസ് ഓൾ കൊടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത് കറക്റ്റ് സ്പെല്ലിങ് വരുന്നത് നമുക്ക് കാണാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇക്കോ സിസ്റ്റം എന്നുള്ളിടത്ത് SYക്ക് പകരം നമ്മൾ I ആണ് കൊടുത്തതെന്നിരിക്കട്ടെ. അതുപോലെ ഇവിടെയും ഇവിടെ എല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. ഇത് ഒറ്റ ക്ലിക്കിന് ക്ലിയർ ചെയ്യാനായിട്ട് റീപ്ലേസ് അവിടെ പോവുക. അതിനുശേഷം മിസ്റ്റേക്കോട് കൂടിയുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീപ്ലേസ് ഓൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഓൾ ഡൺ, വി മെയ്ഡ് 4 റീപ്ലേസ്മെൻറ്റ്സ്. അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക. ഇവിടെ ഫൈൻഡ് നെക്സ്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഇനി പുതിയ വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് ഏത് വേർഡ് വെച്ചാണ് റീപ്ലേസ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ ആദ്യത്തത് സെലക്ട് ഓൾ ആണ്. അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റും സെലക്ട് ചെയ്യപ്പെടുന്നത് കാണാം. സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് Ctrl+A ആണ് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് ഈ ലോഞ്ച് ബട്ടണിലുള്ള കമാൻഡ് നോക്കാം. ഇത് നമ്മൾ കംപ്ലീറ്റ് നോക്കിയതാണ്. ഇവിടെ ഫോണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കമാൻഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫോൺ സ്റ്റൈലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. അത് നമ്മൾ ഇവിടെ പഠിച്ചതാണ്. അതുപോലെ ഇത് റെഗുലർ, ഇറ്റാലിക്, ബോൾഡ് ഇറ്റാലിക് അതൊക്കെ നമ്മളിവിടെ പഠിച്ചതാണ്. പിന്നീട് ഇവിടെ ഫോണ്ട് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അത് നമ്മൾ ഇവിടെ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ഡിജിറ്റായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫോണ്ട് സൈസ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. പിന്നീട് ഇത് ഫോണ്ട് കളറാണ്. അത് നമ്മൾ ഈ കമാൻഡിൽ പഠിച്ചത്. പിന്നീട് അണ്ടർലൈൻ സ്റ്റൈൽ അത് നമ്മളിവിടെ പഠിച്ചതാണ്. പിന്നീട് അണ്ടർലൈൻ കളർ അതും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അണ്ടർലൈൻ കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വേർഡിനാണ് നമുക്ക് അണ്ടർലൈൻ കളർ വേണ്ടതെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ റെഡ് കളറിൽ അണ്ടർലൈൻ വന്നിരിക്കുന്നത് കാണാം. ഇതേ കമാൻഡ് തന്നെയാണ് ഇവിടെയും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ കിടക്കുന്നത്. ആദ്യം അണ്ടർലൈൻ സ്റ്റൈൽ എടുത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇവിടെ നിന്നും കളർ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി അടുത്തതായി സ്ട്രൈക്ക് ത്രൂ, ഡബിൾ സ്ട്രൈക്ക് ത്രൂ, സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ് അതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചതാണ്. ഇവിടെ ഡബിൾ സ്ട്രൈക്ക് ത്രൂ നമ്മളിവിടെ പഠിച്ചത്. ഇത് സിംഗിൾ സ്ട്രൈക്ക് ത്രൂ ആണ് ഇവിടെ ഉള്ളത്. ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഡബിൾ സ്ട്രൈക്ക് ത്രൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിന്നീട് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഡബിൾ ലൈൻ കൊണ്ട് സ്ട്രൈക്ക് ത്രൂ ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത കുറച്ച് കമാൻഡ്സ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു. അതുപോലെ സ്മോൾ ക്യാപ്സ്, ഓൾ ക്യാപ്സ് നമ്മളിവിടെ പഠിച്ചതാണ്. ഇവിടെ അപ്പോൾ ഇവിടെ പോയിട്ട് അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അപ്പർ കേസിലേക്ക് മാറും. ഇത് തന്നെയാണ് ഓൾ ക്യാപ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഈ വേർഡ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓൾ ക്യാപ്സ് കൊടുക്കാം. ഓക്കെ കൊടുത്ത് അപ്പോൾ ഇത് രണ്ടും ഒരേ കണക്കുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ വേർഡ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്മോൾ ക്യാപ്സ് കൊടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, പക്ഷേ ചെറിയ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭിക്കുകയില്ല. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ബോക്സ്, ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അതുപോലെ അടുത്തതായിട്ട് ഹിഡൻ ആണ്. നമുക്കിപ്പോൾ ഈ ലാസ്റ്റ് ലൈന് ഹൈഡ് ചെയ്യണം എങ്കിൽ നമ്മൾ ആദ്യം ലാസ്റ്റ് ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ വന്ന് ഹിഡൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ലൈന് ഹൈഡ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി അത് തിരിച്ച് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ പാരഗ്രാഫിൻ്റെ നമ്മൾ മുമ്പ് പഠിച്ച കമാൻഡാണ് പാരഗ്രാഫ് മാർക്കിങ്.
അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാരഗ്രാഫ് മാർക്കിംഗ് വരും, കൂട്ടത്തിൽ ഈ ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന സെൻറ്റൻസും വരുന്നത് കാണാം. നമുക്കത് അൺഡു ചെയ്യാം. ഇനി അടുത്തതായി അഡ്വാൻസ്ഡ് ആണ്. അവിടെ നമുക്ക് സ്കെയിൽ, സ്പേസിംഗ്, പൊസിഷൻ ഇങ്ങനെയുള്ള കുറച്ച് കമാൻഡ്സ് കാണാം. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് സെലക്ട് ചെയ്യാം. പിന്നീട് ഇപ്പോൾ 100%ലാണ് ഇതിൻ്റെ സ്കെയിൽ കിടക്കുന്നത്. ഇനി നമുക്ക് അത് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം, 200% കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് 200%ലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്കെയിലാണ് ചേഞ്ച് ആയിരിക്കുന്നത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ രണ്ട് ഫോണ്ട് സൈസ് കൂടിയതുപോലെയാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഫോണ്ട് സൈസ് 11 തന്നെയാണ്. ഈ സ്കെയിൽ നമുക്ക് അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇപ്പോൾ അത് സ്കെയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഫോണ്ട് സൈസ് 11 തന്നെയാണ്. നോർമൽ ആയിട്ടുള്ളത് 100% തന്നെയാണ്. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെപ്പോഴും ഓക്കെ കൊടുക്കണം. ഇനി അടുത്ത സ്പേസിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ നോർമൽ സ്പേസിംഗ് ആണ്, അതായത് ലൈനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അല്ല, ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമുക്ക് എക്സ്പാൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രിവ്യൂ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ എല്ലാം പ്രിവ്യൂ നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാം. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എക്സ്പാൻഡ് സ്പേസിംഗ് വരുന്നത്, ക്യാരക്ടർ സ്പേസിംഗ്. ഇത് കണ്ടൻസ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ക്യാരക്ടർ സ്പേസിംഗ് ഒരുപാട് കുറഞ്ഞു വന്നിരിക്കുന്നത് കാണാം. ഇനി തിരിച്ച് നമുക്ക് നോർമലി കൊടുക്കാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇനി ഇവിടെ പൊസിഷനാണ്. അത് നമുക്ക് നല്ലതുപോലെ ഈ പ്രിവ്യൂ നോക്കിയാലാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ റേസ്ഡ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി മുകളിലേക്ക് വന്നിരിക്കുന്നത് കാണാം. അതുപോലെ ഇത് അല്പം ഒന്ന് മുകളിലേക്ക് റേസ് ആകും. ലോ വേർഡ് കൊടുത്താൽ അല്പം ഒന്ന് താഴേക്ക് പോകുന്നത് കാണാം. പിന്നീട് ഇതൊന്നും വലുതായിട്ട് യൂസ് വരുന്ന കമാൻഡ്സ് അല്ല, ആവശ്യം വരികയാണെങ്കിൽ നോക്കാം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റ് ഇഫക്ട്സ് എല്ലാം നമ്മൾ ഇവിടെയൊക്കെ പഠിച്ചതാണ്, ഇങ്ങനെയുള്ള എഫക്ട്സ് ഒക്കെ കൊടുക്കുന്നത്. നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഫോൺ ഗ്രൂപ്പിൻ്റെ ലോഞ്ച് ബോക്സ് നമ്മൾ നോക്കി. ഇനി അടുത്തതായി പാരഗ്രാഫ് ഗ്രൂപ്പിൻ്റെ ലോഞ്ച് ബട്ടനാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ 2 ഗ്രൂപ്പുണ്ട്, ഇൻറ്റൻസ് ആൻഡ് സ്പേസിംഗ്, ലൈൻ ആൻഡ് പേജ് ബ്രേക്സ്. അപ്പോൾ ഇതാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. അതിൻ്റെ കമാൻഡ്സ് ആണ് താഴെയുള്ളത്. ഇവിടെ അലൈൻമെൻ്റ് ആണ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്. അതൊക്കെ നമ്മളിവിടെ നോക്കിയതാണ്. ഈ ആരോ ഒന്ന് സെലക്ട് ചെയ്താൽ ലെഫ്റ്റ്, സെൻറ്റേർഡ്, റൈറ്റ്, ജസ്റ്റിഫൈഡ്, അതൊക്കെ ഇവിടെ നമ്മൾ പഠിച്ച കമാൻഡ്സ് തന്നെയാണ്. പിന്നീട് ഇൻഡൻറ്റേഷൻ, അത് നമ്മളിവിടെ നോക്കിയതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇപ്പോൾ ഈ പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്യാം. പാരഗ്രാഫ് കമാൻഡ് ആയതുകൊണ്ട് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെന്നില്ല. ഈ പാരഗ്രാഫിൽ എവിടെയെങ്കിലും കേഴ്സർ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് നിർത്തിയാൽ മതി. ഇപ്പോൾ ഇൻക്രീസ് ഇൻഡന്റ് ആണെങ്കിൽ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ ലെവൽ ഇങ്ങനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. പിന്നീട് ഇവിടെ ഡിക്രീസ് ഇൻഡന്റ് ആണ്. അവിടെ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇത് ലെഫ്റ്റിലോട്ടായിരിക്കും ഓരോ ലെവലും മൂവ് ചെയ്യുന്നത്. എന്നാൽ ഈ റൈറ്റ് സൈഡിനെ കുറിച്ചുള്ള കമാൻഡൊന്നും നമുക്ക് ഇവിടെ ലഭ്യമല്ല. എന്നാൽ അത് നമുക്ക് ഇവിടെ ലഭിക്കും. ഇപ്പോൾ റൈറ്റ് എന്നുള്ളത് 0-ൽ കിടക്കുകയാണ്. അത് നമ്മൾ ഈ അപ്പ് ആരോ ഒരു തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ 0.1, പിന്നീട് 0.2, 0.3, ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം. അപ്പോൾ നമുക്കതൊരു 1-ൽ സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ആ റൈറ്റ് സൈഡിൽ ഇൻക്രീസ് ഇൻഡന്റ് ആയിരിക്കുന്നത് കാണാം. ഇനി അത് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഈ താഴത്തെ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് 0 സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ തവണ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ചും ഇവിടെ കുറഞ്ഞു വരുന്നത് കാണാം. അങ്ങനെ 0 ആയി. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അതുപോലെ തന്നെ സ്പേസിങ്, ബിഫോർ പാരഗ്രാഫും ആഫ്റ്റർ പാരഗ്രാഫും. പാരഗ്രാഫിൻ്റെ മുകളിലും താഴെയും സ്പേസ് കൂട്ടിക്കൊടുക്കാനും കുറയ്ക്കാനുമുള്ള കമാൻഡാണ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഓരോ ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കാം.
തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, നമ്മൾ പഠിച്ചതാണ് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫും ആഫ്റ്റർ പാരഗ്രാഫും. പക്ഷേ അത് നിശ്ചിതമായിട്ട് ഒരു ലെവലിൽ മാത്രമേ കൂട്ടിക്കൊടുക്കുവാനും കുറച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ലെവൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ പാരഗ്രാഫിനാണ് അങ്ങനെ ചേഞ്ച് നമ്മൾ വരുത്തുന്നതെങ്കിൽ ഈ പാരഗ്രാഫ് ഒന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കഴ്സർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഓരോ തവണയും കൂട്ടുമ്പോഴും 6ന്റെ മൾട്ടിപ്പിൾസ് വെച്ചായിരിക്കും ആഡപ്പ് ആകുന്നത്. അപ്പോൾ ഞാനൊരു 18 കൊടുക്കുകയാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയും സ്പേസ് കൂടി വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴെയും കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അതും 18 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഡൗൺ ആരോയിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതും കാണാം. സീറോയിൽ കൊടുത്തപ്പോൾ നോർമൽ പൊസിഷനിലേക്ക് തിരികെ വന്നു. ഇനി ഇവിടെ ലൈൻ സ്പേസിങ് നമ്മൾ കൊടുക്കുന്നതാണ്. 1.5 ഡബിൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും തന്നിട്ടുള്ളത് ലൈൻ സ്പേസിങ്. പിന്നീട് ടാബ്സ് ആണ്. ടാബ് സ്റ്റോപ്പ് സെറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ടാബ് സെറ്റ് ചെയ്യുന്നത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ബയോഡേറ്റയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ വെച്ചായിരിക്കുമല്ലോ, അല്പം റൈറ്റിലോട്ട് നീങ്ങി ഫസ്റ്റ് ലൈന്. അപ്പോൾ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നീട് ടാബ്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ടേബിൾ ഡ്രോ ചെയ്യാതെ തന്നെ ടേബിളിൻ്റെ ഫോമാറ്റിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾ ടാബ്സ് പഠിക്കുന്നത് കൊണ്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ശരിക്കും ഇത് ഈ ഒരു ലോഞ്ച് ബട്ടണിൽ ഒരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ടാബിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നത് വ്യൂ എന്നുള്ള ടാബ് പഠിക്കുമ്പോഴാണ്. അവിടെ റൂളർ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ റൂളർ എന്നുള്ള കമാൻഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് റൂളർ അവൈലബിൾ ആകും. ഈ റൂളർ ഉപയോഗിച്ചാണ് സാധാരണ രീതിയിൽ നമ്മൾ ടാബ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമാൻഡാണ് നമ്മളിവിടെ ഹോം ടാബിൽ ഈ ഒരു ലോഞ്ച് ബട്ടണിൽ കാണുന്നത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോം ടാബിലെ കമാൻഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഹോം ടാബിലെ കമാൻഡ്സ് ആണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ട് വരുന്നത് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഡേറ്റ എൻട്രി വർക്കൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇനിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.